in this video we will be discussing on ideal gases and kinetic theory of gases. So ഇതില് നമ്മള് important ആയിട്ട് നോക്കേണ്ട from JAM point of view ആണെങ്കിൽ kinetic theory of gases, അല്ലാതെ പോർഷൻസ് പറയുമ്പോൾ എല്ലാം നോക്കണം അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഇസ് എ ഗ്യാസ്? നിങ്ങൾക്കറിയാം അതൊരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. പണ്ടോട്ടേ നമ്മൾ പഠിക്കുന്ന 7 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. അതില് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന 3-4 in one of the important states ആണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്യാസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ എന്താണ്? അവര് തമ്മില് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര വീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഫിക്സഡ് ഷേപ്പ് ഒന്നും ഉണ്ടാകത്തില്ല. കണ്ടെയ്നറിന്റെ ഷേപ്പ് എന്താണ് അതായിരിക്കും ഇത് ഒക്കുപ്പൈ ചെയ്യുന്നത്. Then gas mixture contains a variety of pure gases much like air. Then interaction of gas particles in the presence of electric and gravitational fields will be considered as negligible. ഈ പോയിന്റ്സ് ആക്ച്വലി ഞാൻ ഇൻ ഡീറ്റെയിൽ പറയുന്നില്ല, ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി കേട്ടോ ഈ പോയിന്റ്സ്. ഇതിന് അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. ഒരു ക്വസ്റ്റ്യൻ ഇത്, വാട്ട് ഇസ് ദി സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട് ആൻഡ് ഫാസ്റ്റ് മൂവിങ്? എന്താണ് നിങ്ങൾക്ക് അറിയാലേ, ഗ്യാസ് ആണ്. ഇനി ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസ്, അതൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. പല പോസ്റ്റ്ലേറ്റ്സും ഇതിന്റെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. സോ ഗ്യാസിന് ലോ ഡെൻസിറ്റി ആൻഡ് ഹൈലി കംപ്രസിബിൾ ആണ്. ലൈക് സോളിഡ് ആൻഡ് ലിക്വിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ then equal amount of pressure all directions കാണും. then space between gas particles കൂടുതലായതുകൊണ്ട് തന്നെ അവരുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും, ഹൈ കൈനറ്റിക് എനർജി ആയിരിക്കും. ഇന്റർമോളിക്കുലർ ഫോഴ്സസിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് അല്ലെ. യെസ്. then ഹൈ സ്പീഡിൽ ഓൾ ഡിറക്ഷൻസിൽ ഹിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവര് കണ്ടെയ്നറിന്റെ വാൾസിൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. വോളിയം ആൻഡ് ഷേപ്പ് ഞാൻ ഫസ്റ്റില് പറഞ്ഞിട്ടുണ്ട്. യെസ്, അത് ഫിക്സഡ് ഷേപ്പ് ഓർ വോളിയം ഇല്ല. കണ്ടെയ്നറിന്റെ എന്താണോ അത് ഇത് ഒക്കുപ്പൈ ചെയ്യും. ഇനി പാരാമീറ്റേഴ്സ് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലോസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കും. ചാൾസ് ലോ ഇതിൽ പറയുന്നുണ്ട്. ഈ റോബർട്ട് ബോയിൽ കണ്ടുപിടിച്ചത് ബോയിൽസ് ലോ, ചാൾസ് കണ്ടുപിടിക്കുന്ന ചാൾസ് ലോ, ജോൺ ഡോൾട്ടൺസ് ലോ, ദെൻ ഗേ ലൂസാക്സ് ലോ, ദെൻ അവഗാഡ്രോ ലോ വേറെ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തന്നെ നമ്മളെ നെക്സ്റ്റ് സ്ലൈഡ് അതാണ് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ നോക്കും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം, ഇവിടെ നമ്മൾ പറഞ്ഞ 4 ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ദെൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സോ ഈ 4 പാരാമീറ്റേഴ്സ് ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രഷർ പറയുന്ന സമയത്ത് എന്താണ്? Pressure is the sum of all normal components of force exerted. Pressure നിങ്ങൾക്ക് അറിയാം, ഫോഴ്സ് ബൈ ഏരിയ ആണ്. യൂണിറ്റ് വരുന്നത് പാസ്കൽ ആണ്. ദെൻ ലോ പ്രഷർ ആൻഡ് ഹൈ പ്രഷർ വരുന്ന സമയത്ത് എങ്ങനെയാണ് വാൾസിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് എക്സേർട്ട് ചെയ്യുന്നത്, ആ കാര്യമാണ് ഈ ഒരു പിക്ടോറിക്കലി നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ലൈക്ക് വാളില് ലോ പ്രഷർ ആണെങ്കിൽ വാളിലേക്കുള്ള പ്രഷർ ലൈക്ക് കുറവായിരിക്കും അല്ലെ, വാൾസിലേക്കുള്ള പ്രഷർ. ഇവിടെ വരുമ്പോ കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രഷറിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ് നമ്മൾ പറഞ്ഞു. Then when describing a container of gas, the term pressure refers to average force per unit area. അതായത് അബ്സല്യൂട്ട് പ്രഷർ എന്ന് നമ്മൾ പറയാറുണ്ട് ഒരു കണ്ടെയ്നർ ഓഫ് ഗ്യാസ് പറയുന്ന സമയത്ത്. കണ്ടെയ്നറിൽ ഇഷ്ടംപോലെ ഗ്യാസ് പാർട്ടിക്കിൾസ്, അപ്പൊ ഒരു ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ഫോഴ്സ് ആണ് നമ്മൾ അവിടെ പറയുന്നത്. സോ അതിനെ നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ എപ്പോഴാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ മൾട്ടിപ്പിൾ സെലക്ടീവ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് ആയിരിക്കും തന്നിട്ടുള്ളത്. സോ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റണം എന്നില്ല. ഓക്കെ, യെസ്. പാർഷ്യൽ പ്രഷറിന്റെ കാര്യവും നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പാർഷ്യൽ പ്രഷർ എന്താണെന്ന്, ടോട്ടൽ സം ഓഫ് പ്രഷറിനെയാണ് പാർഷ്യൽ പ്രഷർ. ഇനി ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ.